ആഹാ, എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ 1000 രൂപ എന്തിയെ? 1000 രൂപയാ? എപ്പോ വാങ്ങിയത്? ആ, അത് പിന്നെ ഓർമ്മയുണ്ടാവില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ഗ്രില്ലടിക്കാൻ വേണ്ടിയിട്ട് ഒരു ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നില്ലേ, അന്ന് കൊടുക്കാൻ കാശില്ലാണ്ട് 1000 രൂപ എൻ്റെ എന്നല്ല വാങ്ങിച്ചത്. ആ കാശ് എനിക്ക് മര്യാദയ്ക്ക് തന്നു. അത് മാത്രമല്ല, ഞാൻ എപ്പോൾ പെട്രോൾ അടിച്ച് വണ്ടി കൊണ്ടുവച്ചാൽ അപ്പോൾ അത് എടുത്തിട്ട് പോകും. ഇന്നലെ ഞാൻ 400 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ട് വണ്ടി കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നത്, അത് അപ്പോൾ തന്നെ എടുത്തിട്ട് പോയില്ലേ. ആ കാശ് എനിക്ക് മര്യാദയ്ക്ക് തന്നു. അങ്ങനെ മൊത്തം 1400 രൂപ എനിക്ക് ഇപ്പോൾ കിട്ടണം. ആഹാ, അത് ശരി. കഴിഞ്ഞ പ്രാവശ്യമേ സിമീര കുട്ടിക്ക് ഉടുപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് 2000 രൂപ ഞാൻ നിനക്ക് തന്നിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് ഓർമ്മയുണ്ടാ. എന്നിട്ട് നീ എനിക്ക് അതിൻ്റെ ബാക്കി കാശ് തന്ന 1000 രൂപയ്ക്കല്ലേ നീ ഉടുപ്പ് വാങ്ങിയുള്ളോ? അതൊക്കെ എനിക്കറിയാട്ടാ. അത് മുക്കിയില്ലേ? അത് എന്നാ ഒരു കാര്യം ചെയ്യും, 1000 രൂപ കുറച്ചോ, ബാക്കി 400 എവിടെ? പിന്നെ 400 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ട് 5 കിലോമീറ്റർ വണ്ടി ഓടിച്ച് വന്നിട്ടുണ്ടെങ്കിൽ പെട്രോൾ അങ്ങോട്ട് തീരുമോ വണ്ടിയിലത്തെ? 100 രൂപ വേണ്ടി വന്നാൽ ഞാൻ തരും. അല്ല, ഞാൻ ചോദിക്കട്ടൊരു കാര്യം, നിന്റെ അമ്മയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പെട്രോൾ അടിച്ച് കൊണ്ടത് ഞാനല്ലേ? എന്നിട്ട് ആ പെട്രോളിൻ്റെ കാശ് എന്ത് ചെയ്യേ? അപ്പോഴേ നീ ഒരു കാര്യം ചെയ്യും, അതിൽ നിന്ന് കുറച്ചോട്ടാ. നിങ്ങൾ എന്നാലും എന്നോട് ഇങ്ങനെ കണക്ക് പറഞ്ഞു തുടങ്ങിയില്ലേ? ഞാൻ ഇങ്ങനെ വിചാരിച്ചില്ല കേട്ടാ. ഞാൻ വിചാരിച്ചത് നിങ്ങളുടെ കാശ് എൻ്റെയും കൂടി എന്നാ. എന്നിട്ടിപ്പോൾ അല്ലടി, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എൻ്റെ കാശ് നിന്റെ, അപ്പം നിന്റെ കാശോ? അതിലിപ്പോൾ എന്തൊരു സംശയം? അതെൻ്റെ. ഓ അങ്ങനെ. ഓ, ഇപ്പം കാര്യം ക്ലിയറായി. എല്ലാ വീട്ടിലും തന്നെയാണ് അവസ്ഥ. എനിക്ക് മാത്രമാണ് ദൈവമേ.